നിന്നെ വിളിച്ചവനുമ്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവി നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 27-ാം സങ്കീർത്തനം 3-ാം വാക്യം. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദൈവത്തിൻ്റെ സംരക്ഷണയിൽ വിശ്വാസമുള്ള മനുഷ്യൻ ഒരു സൈന്യത്തെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഭയവും സാങ്കല്പിക ഭീതികളുമാണ് മനുഷ്യൻ്റെ മാനസികവും ശാരീരികവുമായ അനവധി അനർത്ഥങ്ങൾക്ക് കാരണം. ദൈവ പൈതൽ ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ്. ഏത് പ്രതിസന്ധികളിലും അവൻ നമ്മെ സൂക്ഷിക്കും. ഈ വാക്യത്തിലൂടെ ദാവീദ് പങ്കുവയ്ക്കുന്ന ആശയം ഇതുതന്നെയാണ്. ഒരു സൈന്യം എൻ്റെ നേരെ വന്നാലും ഞാൻ ഭയപ്പെടില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. കാരണം ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് താനായിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന അനേക സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായി വരാം. അവിടെ തളർന്ന് ഭയന്നു പോകാതെ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യതയോടെ ദൈവകരങ്ങളിൽ നാം സുരക്ഷിതരാണ് എന്നുള്ള വിശ്വാസത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് ഈ നാളുകളിൽ സാധ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഭയപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങളിൽ നിൻ്റെ സംരക്ഷണം അനുഭവിപ്പാൻ എന്നെ ശക്തീകരിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.